നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ബ്ലസ്സി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച, സംഭാഷണം എഴുതി സംവിധാനം നിർവഹിച്ച, ബെന്യാമിൻ്റെ കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച, മുഖ്യ കഥാപാത്രമായ നജീബിൻ്റെ വേഷത്തിൽ പൃഥ്വിരാജ് എത്തുന്ന ആടുജീവിതം എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക. ബ്ലസ്സിയുടെ ആടുജീവിതം. നമുക്കറിയാം, ഒരു സാഹിത്യകൃതിയായിട്ട് നിൽക്കുമ്പോൾ തന്നെ അത് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുമ്പോൾ ആ രൂപത്തിൻ്റേതായ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാകും അതിൻ്റെ ഫലപ്രാപ്തിയിൽ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഏതൊരു കൃതിയെ എടുത്തു നോക്കിയാലും, സിനിമയാക്കിയ ഏതൊരു സാഹിത്യകൃതിയെ എടുത്തു നോക്കിയാലും സിനിമ അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമാകുന്നത് നമുക്ക് കാണാം. കാരണം അത് അതിൻ്റെ പരിമിതിയല്ല, അത് അതിൻ്റെ രീതിയാണ്. പരിമിതിയല്ല, രീതിയാണ് എന്നുള്ള രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ആടുജീവിതം, ബെന്യാമിൻ എഴുതിയ ആടുജീവിതം, 251 പതിപ്പ് ഇറങ്ങിയ ആടുജീവിതം, ആ ആടുജീവിതത്തെ ആസ്പദമാക്കിയിട്ടാണ് ബ്ലസ്സി തൻ്റെ ആടുജീവിതം ദ ഗോട്ട് ലൈഫ് എന്ന ചലച്ചിത്ര കൃതിക്ക് രൂപം നൽകുന്നത്. ഇവിടെ നജീബിൻ്റെ ജീവിതം ആവിഷ്കരിക്കുന്നത് പൃഥ്വിരാജാണ്. പൃഥ്വിരാജിനെ കൂടാതെ സൈനയുടെ ജീവിതം ആവിഷ്കരിക്കുന്നത്, അത് കുറച്ച് ഉള്ളൂ എങ്കിൽ പോലും അത് ആവിഷ്കരിക്കുന്നത് അമല പോളാണ്. ഹക്കീമുണ്ട്, ഇബ്രാഹിമുണ്ട്, മറ്റ് കഥാപാത്രങ്ങളുണ്ട്, ചെറിയ ചെറിയ കഥാപാത്രങ്ങളുണ്ട്. എങ്കിൽ പോലും ഏറ്റവും പ്രസക്തമായ കാര്യമെന്ന് പറയുന്നത് നജീബിൻ്റെ ജീവിതം തന്നെയാണ്. സൈനയും നജീബും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയി ഒരു മനുഷ്യനെങ്ങനെ ഒറ്റപ്പെട്ടവനാകുന്നു, ഒരു മനുഷ്യനെങ്ങനെ അടിമയാകുന്നു, ഒരു മനുഷ്യനെങ്ങനെ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് രക്ഷപ്പെടുന്നു, അതിൻ്റെ ഉള്ളിൽ അയാളുള്ളിൽ കൊണ്ടു നടക്കുന്ന, ഉറവ് പോലെ കൊണ്ടു നടക്കുന്ന ആ സ്നേഹത്തിൻ്റെ ചില അവസരങ്ങളെയൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു സിനിമ തന്നെയാണ് ബ്ലസ്സിയുടെ ആടുജീവിതം. ഈ മരുഭൂമിയിൽ മറ്റൊരാളുടെ വിസയിൽ എത്തിപ്പെട്ടു പോവുകയും അബദ്ധവശാൽ ഒരു കൂടുതൽ ഉൾപ്രദേശത്തേക്ക് പോവുകയും അവിടെ ആട് മേയ്ക്കുന്ന ആ കൂട്ടത്തിൻ്റെ ഉള്ളിൽ ഇയാൾ ചെന്നെത്തുകയുമാണ് ചെയ്യുന്നത്. ഇയാൾ അറിയില്ല, ഭാഷ അറിയില്ല, ഒന്നും അറിയാത്ത അവസ്ഥയിൽ അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പല മാർഗങ്ങളും അയാൾ നോക്കുന്നുണ്ടെങ്കിലും അയാൾക്കതിനൊന്നും സാധിക്കുന്നില്ല. ഇയാളുടെ കൂടെ ഇയാൾക്ക് മുമ്പ് അവിടെ എത്തിപ്പെട്ട വേറൊരാളുണ്ട്. അകത്ത് കടന്നാൽ പിന്നെ പുറത്ത് കിടക്കുക അസാധ്യമെന്ന് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് അറബിയിൽ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതെല്ലാം അതിൻ്റെ ടൈറ്റിലുകളായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ നജീബും മറ്റ് അറബികളുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ടൈറ്റിലില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം നജീബിന് മനസ്സിലാകുന്നില്ല അവരുടെ ഭാഷ, പിന്നെ എന്തിനാണ് നമുക്ക് മനസ്സിലാകുന്നത്? അപ്പോൾ ആ മനസ്സിലാകായിക അതേപടി ശക്തമായി നിലനിർത്താൻ ഉപകരിച്ച ഒരു ടെക്നിക്ക് തന്നെയാണ് ഇത്. ഈ രണ്ട് അറബികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അത് മലയാളത്തിൽ എഴുതി കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മറ്റു ഭാഷകളിലേക്ക് പോകുമ്പോൾ അവിടെ എഴുതി കാണിക്കും. പക്ഷെ നജീബിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നജീബും ഇവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവിടെ ട്രാൻസ്ലേഷൻ എഴുതി കാണിക്കുന്നില്ല, സബ് ടൈറ്റിൽ കാണിക്കുന്നില്ല. അത് വളരെ ശക്തമായിട്ട് ഇതിന് ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അതൊന്ന്. പിന്നെ നജീബ് ഈ മരുഭൂമിയിൽ ഇയാൾക്ക് മുൻപെത്തിയ ആൾ മരിച്ചു പോകുന്നുണ്ട്. എങ്ങനെയോ അയാൾ മരിച്ചു പോകുന്നുണ്ട്. ഈ അകത്തെത്തിയാൽ പിന്നെ പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അയാളുടെ എപ്പോഴുമുള്ള ഇവിടെ കിടന്ന് തന്നെ മരിക്കേണ്ടി വരും. അയാൾ ഒരിക്കലും ഒട്ടകങ്ങളോടും ആടുകളോടൊക്കെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് തീറ്റ ഞാനിങ്ങനെ ചത്തുപോവുകയുള്ളൂ എന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ
അങ്ങനെ ഒരു മരുഭൂമിയിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് കുറേ കഴുകന്മാർ ഒരു ശവത്തെ കൊത്തി തിന്നുകയാണ് ചെയ്യുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് നജീബ് അങ്ങോട്ട് ചെല്ലുന്നത്. വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് നമുക്ക് ഈ രംഗം കണ്ടിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ കഴുകന്മാർ നജീബിനെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. നജീബിനെ ആക്രമിക്കുന്നു. തങ്ങളുടെ ഇരയെ എന്തോ ചെയ്ത് കൊണ്ടുപോകാൻ വന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ നജീബിനെ ആക്രമിക്കുകയും നജീബ് അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇത് വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് ഈ കഴുകന്മാരുടെ ആക്രമണം നമുക്ക് കണ്ടിരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ നജീബ് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയും ഈ അറബി പുറകെ എത്തി വെടിവെച്ച് കാൽ തല്ലി ഒടിച്ച് കൈയൊക്കെ പരിക്കേൽപ്പിച്ച് അയാളെ തിരിച്ച് ആ തടവറയിലേക്ക് തന്നെ അയാളുടെ ജീവിതത്തിലേക്ക് തന്നെ, അയാളുടെ ജീവിതം എന്ന് പറയുന്ന ആട് ജീവിതം, അല്ലെങ്കിൽ ആ മൃഗങ്ങൾ, ആ ആടുകൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ ജീവിക്കേണ്ടി വരുന്ന ഒരാളുടെ ഒരവസ്ഥ. അപ്പോഴും അയാളുടെ മനസ്സിൽ പച്ചപ്പുണ്ടായിരുന്നു. അപ്പോഴും അയാളുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെതായിട്ടുള്ള, സൗന്ദര്യത്തിൻ്റെതായിട്ടുള്ള ഉറവയുണ്ടായിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അയാളുടെ ഓർമ്മകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ സൈനയുമായിട്ട് പരിചയപ്പെടുന്നത്. അമല പോളിൻ്റെ സൈന, ശോഭാ മോഹൻ്റെ നജീബിൻ്റെ ഉമ്മ, ഇവരെയൊക്കെ നമ്മൾ പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. അവിടെ നജീബും ഈ സൈനയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ സുഗന്ധമുള്ള ആ രംഗങ്ങളൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെ. നമ്മളെ ശരിക്കും ആകർഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ സംഭവിച്ച അവരുടെ പ്രണയ രംഗങ്ങൾ. ഇയാളുടെ ഓർമ്മയിൽ നിന്നുമുള്ള ആ രംഗങ്ങളാണ് അവിടെ നമ്മളെ കണ്ടത്. അയാളുടെ ഓർമ്മകളെയാണ് അവിടെ കൊണ്ടുവരുന്നത്. ഇയാളുടെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിൽ, അടിമ ജീവിതത്തിൽ വെച്ച് അയാൾക്ക് കാണാൻ കഴിയുന്ന സ്വപ്നം ഇതൊന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ കുടുംബം, തൻ്റെ പ്രണയിനി, തൻ്റെ ഉമ്മ, അവരെയൊക്കെ മാത്രമാണ് ഇയാളുടെ ഓർമ്മയിൽ ഉള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇയാളുടെ ഈ ഓർമ്മയിൽ നിന്നും ഇയാളുടെ നജീബിൻ്റെ പ്രസൻറ്റ് കാലത്തിലേക്ക് കൊണ്ടുവരുന്ന അയാളുടെ മുഖത്ത് വെളിച്ചം വീഴ്ത്തിക്കൊണ്ട് അവിടെ ഒരു തട്ടിക്കൊണ്ടാണ് അറബി അയാളുടെ മുഖത്ത് തട്ടുന്ന രംഗം. അവിടെ നിന്ന് ആ സ്വപ്നം ബ്രേക്കായി ഇവിടെയാണ് നമ്മൾ ഞെട്ടലോടെ, വീണ്ടും ഒരു ഞെട്ടലോടെ നമ്മൾ ഈ കാഴ്ചയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്നുമാണ് സിനിമ പിന്നെ പതിയെ മുന്നോട്ട് പോകുന്നത്. മണ്ഡാരണ്യത്തിൻ്റെ മനോഹാരിത, അതിൻ്റെ വന്യത മാത്രമല്ല, അതിൻ്റെ മനോഹാരിത കൂടി ഈ സിനിമയിലൂടെ സംവിധായകനും അതിൻ്റെ ഛായാഗ്രാഹകനായ സുനിൽ KS നമ്മെ കാണിച്ചു തരുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ലിങ്കായിട്ടുള്ള സംഗീതം, പശ്ചാത്തല സംഗീതം, ശബ്ദ വിന്യാസം റസൂൽ പൂക്കുട്ടിയും AR റഹ്മാനും ചേർന്നിട്ടാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഇവരൊക്കെ ഇങ്ങനെ സൃഷ്ടിച്ചാലും ഒരു സംവിധായകൻ അവിടെ ഇല്ല എങ്കിൽ, ആ സംവിധായകൻ്റെ കൃത്യമായ ചട്ടക്കൂടുകളിലൂടെ ഇവരുടെ സംഗീതം കടന്നുപോയില്ല എങ്കിൽ, സംഗീതത്തെ തൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒരു സംവിധായകൻ വിന്യസിച്ചില്ല എങ്കിൽ ഇവരുടെ സംഗീതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ഇവരുടെ ശബ്ദമിശ്രണം കൊണ്ടും റസൂൽ പൂക്കുട്ടിയല്ല, ഇനി അതിന് മുകളിലുള്ള ഒരാൾ വന്ന് ഒരു മോശപ്പെട്ട സംവിധായകൻ്റെ ചിത്രത്തിന് ശബ്ദമിശ്രണം നടത്തിയാൽ പോലും നമുക്ക് ഒന്നും തോന്നില്ല. പക്ഷേ ഒരു സംവിധായകൻ്റെ കയ്യിലാണ് കിട്ടേണ്ടത്. ഒരു ആക്ടറെ ഒരു സംവിധായകൻ്റെ കയ്യിൽ കിട്ടണം. നല്ല സംവിധായകൻ എന്ന് പറയുമ്പോൾ സംവിധാനം ചെയ്യുന്നയാൾ, അല്ലാതെ വെറുതെ കുറേ ഷോട്ടുകൾ എടുത്ത് വെച്ചിട്ട് ആ ഷോട്ട് എന്നാൽ പിന്നെ ആ ഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഈ ഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് വേറെ ഷോട്ട് എടുക്കാം. ചർച്ചകളിലൂടെയൊക്കെ കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കുന്ന രീതികളാണല്ലോ ചർച്ചകളിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇത്ര ചർച്ച ചെയ്യാനുള്ളത്? ആർക്കാണ് മനസ്സിലാവുക ഒരു സിനിമ ഷൂട്ടിങ്ങിനെ സംബന്ധിച്ച്? ഒരു സംവിധായകന് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ഒരു സംവിധായകന് മാത്രമേ തൻ്റെ സിനിമ എന്താണ് എന്ന് മനസ്സിലാവുകയുള്ളൂ. അത് അവസാനം ഈ സിനിമ പുറത്തേക്ക് വരുമ്പോൾ മാത്രമാണ് അതിലെ ആക്ടേഴ്സിന് പോലും, ഒരുപക്ഷെ പൃഥ്വിരാജിന് മനസ്സിലാവുകയായിരിക്കും. കാരണം പൃഥ്വിരാജ് ഒരു സംവിധായകനാണല്ലോ. എങ്കിൽ പോലും മനസ്സിലാവണമെന്നില്ല എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ബ്ലസ്സി എന്ന സംവിധായകൻ മികച്ച രീതിയിൽ തൻ്റെ സിനിമ കൊണ്ടുവന്നിട്ടുണ്ട്, സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്, പ്രേക്ഷകർക്ക് മുന്നിൽ വളരെ ശക്തമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ബ്ലസ്സി എന്ന ഈ സംവിധായകൻ തൻ്റെ ആടുജീവിതം എന്ന ഈ സിനിമയിലൂടെ, ബെന്യാമിൻ്റെ ആടുജീവിതത്തെക്കുറിച്ചല്ല നമ്മളിവിടെ സംസാരിക്കുന്നത്. നമ്മളിവിടെ സംസാരിക്കുന്നത് ബ്ലസ്സിയുടെ ആടുജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്.
അതുതന്നെയാണ് വേണ്ടത്. കൃതി നിൽക്കട്ടെ, കൃതിയിൽ നിന്നാണ് ഉൾക്കൊണ്ട് വന്നതാണ് എങ്കിൽ പോലും ആ കൃതി വിഷ്വലായിട്ട് കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കണമെങ്കിൽ, നമ്മുടെ മുന്നിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് തട്ടുന്ന വിധം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഉജ്ജ്വലനായ സർഗാത്മകനായിട്ടുള്ള ഒരു സംവിധായകൻ്റെ ആവശ്യം അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും ഒരു തർക്കവും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹക്കീമിനെ ഇയാൾ കണ്ടുമുട്ടുന്നത്. ഈ ഹക്കീമും നജീബും കൂടെ ചേർന്നിട്ടാണ് ഗൾഫിലേക്ക് പോകുന്നത്. മറ്റൊരാളുടെ വിസയിലാണ് പോകുന്നത്. 5ാം ക്ലാസ് പോലും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണ് നജീബ്. ആ നജീബിന് ഭാഷ പോലും അറിയില്ല. ഹക്കീമിന് മുക്കിയും മൂളിയൊക്കെ സംസാരിക്കാൻ അറിയാം. പക്ഷേ അവരെ ആദ്യമേ തന്നെ വേർപിരിക്കുകയാണ് ചെയ്യുന്നത് അറബികൾ. കാരണം അവർ രണ്ടുപേരും രണ്ട് വഴിക്കാണ് പോകുന്നത്. ഹക്കീം വേറെ രീതിയിൽ പോയി, നജീബ് വേറൊരു അറബിയുടെ ആട് സങ്കേതത്തിലേക്ക്, ഒട്ടക സങ്കേതത്തിലേക്ക്, ഒട്ടകം വളർത്തൽ കേന്ദ്രത്തിലേക്ക് വന്ന് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അവിടെ വെച്ച് വീണ്ടും ഒരിക്കൽ കൂടി ഹക്കീമിന് നജീബിനെ കാണുവാനുള്ള ഒരു അവസരം ഉണ്ടാവുകയാണ്. വേറൊരു അറബിയുടെ കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ കണ്ടുമുട്ടാനായിട്ട് ഇടവരികയും ഒരു ചൂളം കുത്തലാണ്, ഹക്കീമിൻ്റെ ചൂളം കുത്തലാണ് ഒരു സിമ്പൽ. ഏകനായിട്ട് നടന്നു പോയ, അല്ലെങ്കിൽ ആടുകൾക്കൊപ്പം ഏകനായിട്ടിരിക്കുന്ന ഉണർത്തിക്കൊണ്ട് ഇങ്ങനെ വന്ന് വരികയാണ് ഹക്കീം. അപ്പോൾ ഹക്കീം പറയുന്നു, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ആഫ്രിക്കക്കാരൻ കൂടെ ഉണ്ട്. അദ്ദേഹത്തിന് ഈ വഴികളെല്ലാം, ഈ മണലാരണ്യം, അതിൻ്റെ രീതികളെല്ലാം അറിയാവുന്ന ഒരാളാണ്. നമുക്ക് രക്ഷപ്പെടാം. അന്ന് തൻ്റെ ഈ മുതലാളിയായിട്ടുള്ള അറബിയുടെ മകളുടെ വിവാഹമാണ്. അപ്പോൾ എല്ലാവരും ആ സ്ഥലത്തായിരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് പോകാം, രക്ഷപ്പെടാം എന്ന് പറഞ്ഞിട്ട് ഈ ഹക്കീമും നജീബും എല്ലാം ചേർന്ന് ഈ അറബിക്കൊപ്പം ഈ ആഫ്രിക്കക്കാരനൊപ്പം പോവുകയാണ് ചെയ്യുന്നത്. അവരിങ്ങനെ മണലാരണ്യത്തിലൂടെ നടന്ന് അത് തന്നെ വളരെ വളരെ മനോഹരമായിട്ട് തന്നെയാണത് എടുത്തിരിക്കുന്നത്. നമ്മൾക്ക് അവിടെ നിന്ന് എടുക്കാനായിട്ട് സാധിക്കില്ല. സ്ക്രീനിൽ നിന്ന് കണ്ണു പറിക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മളെ അനുവദിക്കില്ല സംവിധായകൻ. അത്ര ഗംഭീരമായിട്ട് തന്നെയാണ് സംവിധായകൻ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഹക്കീം ഓടുന്നുണ്ട് അക്കരെ പച്ച കണ്ടുകൊണ്ട്. അവിടെ ഇയാൾ വിളിച്ചു പറയുന്നുണ്ട്, അറബി നമ്മുടെ ഇയാൾ ഈ ആഫ്രിക്കക്കാരൻ വിളിച്ചു പറയുന്നുണ്ട്, ഇബ്രാഹിം വിളിച്ചു പറയുന്നുണ്ട്, അത് വെറും മരുപ്പച്ചയാണ്, അവിടെ വെള്ളമില്ല, വെള്ളത്തിന് വേണ്ടിയിട്ടാണ് അലയുന്നത്, വെള്ളമില്ല, അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ പോകുന്ന പോക്കിൽ ഹക്കീം മരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു ദുരന്തം അവിടെ ഉണ്ടാകുന്നത്. ഇയാളുടെ ഉള്ളിൽ, നജീബിൻ്റെ ഉള്ളിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആണ് അയാൾക്ക് ഇത് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ സൗത്ത് ആഫ്രിക്കക്കാരൻ ഇതെല്ലാം കണ്ട് മടുത്ത പദം വന്ന ഒരാളായിരിക്കാം. അല്ലെങ്കിൽ അയാളിങ്ങനെ ധ്യാനത്തിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ മാനസികാവസ്ഥ കുറച്ചുകൂടെ ഉന്നതമായിട്ടുള്ളൊരു മാനസികാവസ്ഥയാവാം. ഇതെല്ലാം ഒരു വിധി നിർണയങ്ങളാണ് എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ള ആ ഒരു ഭാവമായിരിക്കാം അയാൾക്കുള്ളത്. അങ്ങനെ വീണ്ടും നജീബിനെ പിടിച്ചു വലിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ഇവരിങ്ങനെ പോവുകയാണ്. മണലാരണ്യത്തിലൂടെ ഓടി ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അയാളുടെ കാലിൽ ഇപ്പോൾ ഉള്ള പരിക്ക്, നമ്മുടെ നജീബിൻ്റെ കാലിലുള്ള പരിക്ക് ഒക്കെ, വ്രണങ്ങൾ ഒക്കെ പൊതിഞ്ഞ് കെട്ടിയതൊക്കെ നമുക്ക് വളരെ ഹൃദയാർദ്രവമായി തന്നെയാണ് സംവിധായകൻ ഇത് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ പോയി ഇയാൾ പോവുകയാണ് ചെയ്യുന്നത്. ഈ സൗത്ത് ആഫ്രിക്കക്കാരനും നജീബിനെ വിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കുപ്പിയിൽ ഒരു വെള്ളം വെച്ചിരുന്നു. ആ വെള്ളവും എടുത്തുകൊണ്ട് അത് കുടിച്ച് തീർത്തതിന് ശേഷം നജീബ് ഇങ്ങനെ പോയി ഒരു മണലാരണ്യത്തിൻ്റെ അടുത്ത് ചെന്ന് അയാൾ മറിഞ്ഞ് വീഴുകയും, അപ്പോൾ ഈ കുപ്പി, ഇയാളുടെ കയ്യിലിരുന്ന കാലിയായ കുപ്പി ഉരുണ്ട് ഒരു റോഡിൽ ചെന്ന്, ആ റോഡ് അന്വേഷിച്ചാണല്ലോ ഇവർ പോയിക്കൊണ്ടിരുന്നത്, ചെന്ന് വീഴുകയാണ് ചെയ്യുന്നത്. വീഴുകയല്ല, ഉരുണ്ട് അവിടെ ചെന്ന് ഒക്കെ ശബ്ദ സംവിധാനത്തിൻ്റെ മഹത്തരമായ ശബ്ദ സംവിധാനമാണ് റസൂൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്നും ഇവിടെ എന്നല്ല, ഈ സിനിമ ആദ്യ മധ്യാന്തം അങ്ങനെ തന്നെ. ആ മണലാരണ്യത്തിലെ കാറ്റ്, ആ മണൽക്കാറ്റ്, ചുഴലിക്കാറ്റ് വരുന്നതിൻ്റെ ശബ്ദമൊക്കെ എത്ര ഭംഗിയായിട്ട് തന്നെയാണ് അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിനകത്ത് സംവിധാനമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് നമുക്ക് മനോഹരമായിട്ട് തോന്നുന്നത് എന്നുള്ള കാര്യം കൂടെ പ്രത്യേകം നമുക്ക് ഓർമ്മയിൽ എടുത്തു വെക്കേണ്ടതാണ്. അങ്ങനെ വന്ന ആദ്യത്തെ വണ്ടിയൊന്നും കൈ കാണിച്ച് നിർത്തിയില്ല. കാരണം ഇയാൾ ആകെ നജീബ് താടിയും മുടിയും ഒക്കെ വളർത്തി
ആകപ്പാടെ ഒരു ഭ്രാന്തൻ്റെ ലുക്കിലാണ് ചെല്ലുന്നത്. അതും ശാരീരികമായിട്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലുമുള്ള ശേഷിയില്ലാത്ത ആൾ. അപ്പോൾ പോയ വണ്ടികളൊക്കെ ഒഴിവാക്കി പോവുകയും അങ്ങനെ സന്മനസ്സുള്ള ഒരാൾ വേറൊരു അറബി കാറുമായിട്ട് വന്നപ്പോൾ കാറിൽ കയറ്റിക്കൊണ്ട് അയാൾ ഒരു സ്റ്റേഷനിൽ, റെയിൽവേ സ്റ്റേഷനിലാണോ അതോ എന്തോ ഒരു സംഗതി, ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കുന്നു. അവിടെ വെച്ച് വീണ്ടും നജീബിൻ്റെ ബോധം നഷ്ടപ്പെടുകയും കുറേ മലയാളികൾ ചേർന്ന് അദ്ദേഹത്തെ എടുത്ത് കൊണ്ടുപോയി ശുശ്രൂഷിച്ച് തലമുടിയും താടിയൊക്കെ പഠിച്ച് ഭംഗിയാക്കി അയാളുടെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ സൈനയാണ് ഫോൺ എടുത്തത്. ഇക്ക എവിടെയാണ് എന്ന് ചോദിക്കുകയും കരഞ്ഞുകൊണ്ട് രണ്ടുപേരും ആ കരച്ചിലോടുകൂടി തന്നെ അവിടെ അവസാനിക്കുകയും, പക്ഷേ വീണ്ടും ദുരന്തം അയാളെ തേടി വരികയാണ്. ഇങ്ങനെ ഔട്ട് പാസ് ഇല്ലാതെ ആർക്കും പുറത്തേക്ക് പോകാനൊക്കില്ല. അപ്പോൾ ആ ഔട്ട് പാസ് തരേണ്ട ആൾ മുതലാളിമാരാണ്, അതായത് ഇവരുടെ ഉടയവന്മാരാണ്, ഇവരെ കൊണ്ടുപോയ ഉടമകളാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് കുറേ അധികം ആളുകളെ ഒരു ജയിലിനകത്ത് നിർത്തുന്നുണ്ട്. പലരെയും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, അറബികൾ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ നജീബിനെ കണ്ടിട്ട് നജീബാണെന്ന് മനസ്സിലായിട്ട് പോലും അയാളെ ഉപേക്ഷിച്ച് അയാളുടെ ഉടമ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പറയുന്നു, വേറൊരു മലയാളി പറയുന്നുണ്ട്, നജീബിൻ്റെ പാസ്പോർട്ടിലല്ലല്ലോ നജീബ് വന്നത്, അല്ലെങ്കിൽ നജീബിൻ്റെ NOCയിലല്ലല്ലോ നജീബ് വന്നത്, വേറൊരാളുടെ NOCയിലല്ലേ വന്നത്. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അവിടെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. ചില പ്രശ്നങ്ങൾ ഈ സിനിമയിലുണ്ട്. അതൊന്നും തുറന്നു പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു ആസ്വാദകൻ എന്നുള്ള നിലയിൽ നമ്മൾ സിനിമ കണ്ടിട്ട് നമ്മൾ ഇതിലുള്ള കാര്യങ്ങൾ പറയാതിരിക്കാനും പറ്റില്ല. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് പറഞ്ഞ് നിർത്താം. ഈ സിനിമയുടെ കാര്യങ്ങൾ പറഞ്ഞ് നിർത്തിയതിന് ശേഷം ആ കാര്യത്തിലേക്ക് പോകാം. അങ്ങനെ വീണ്ടും അവിടെ നിന്ന് രക്ഷപ്പെട്ട് നജീബ് വിമാനത്തിലേക്ക് കയറാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഇങ്ങനെയുള്ള അപകടങ്ങളെ പറ്റിയൊക്കെ വന്നു പെടുന്നവരുടെ കഷ്ടതകളെ പറ്റിയൊക്കെ മോണോലോഗ്, എല്ലാവരും വിമാനത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നജീബും കയറുന്ന സമയത്ത് ഈ മോണോലോഗ് വരും. മോണോലോഗിൽ സിനിമ, അതായത് ഇങ്ങനെയുള്ള വീട്ടുകാരെയൊക്കെ വിട്ടിട്ട് വന്ന് കഷ്ടപ്പെടുന്ന ആളുകളുടെ ദുരന്തത്തെ പറ്റി സംസാരിച്ചുകൊണ്ട് നജീബ് കയറാൻ പോയ നജീബ് തിരിഞ്ഞ് നിൽക്കുകയാണ്. തിരിഞ്ഞ് ക്യാമറയ്ക്ക് നേരെ വീണ്ടും വരികയാണ്. എന്നിട്ട് അയാൾ ചുറ്റും കണ്ണോടിക്കുകയാണ്. അയാളുടെ മുഖത്തപ്പോൾ കാണുന്ന ഭാവം എന്താണ്? അയാളുടെ മുഖത്ത് കാണുന്ന ഭാവം ഞാൻ നിന്നെ വിട്ടുപോവുകയാണല്ലോ എന്ന ഒരു ഭാവമാണോ അവിടെ വേണ്ടത്? അയാളെ എന്തിനാണ് തിരിച്ചു നിർത്തിയത്? അതാണ് ചോദ്യം. നജീബിനെ ഒരു കാരണവശാലും അവിടെ പിന്നീട് തിരിച്ചു നിർത്തേണ്ട കാര്യമില്ല. നജീബ് അങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പിന്നിൽ നിന്നും നിർത്തി അവിടെ ടൈറ്റിൽ വന്ന് പടം അവിടെ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. നജീബ് തിരിഞ്ഞു നിന്നപ്പോൾ അവിടെ അർത്ഥം മാറി. നജീബിന് ഭീഷണി, ഇതൊക്കെ വിട്ടുപോകാനുള്ള താല്പര്യക്കുറവ് പോലെയൊക്കെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അത് സ്റ്റാർഡം, എല്ലാ സ്റ്റാറുകളുമുള്ള സിനിമയിലൊക്കെ, എല്ലാ സിനിമയിലും നമ്മൾ കാണുന്നതല്ലേ. നടന്നു വരിക, സ്ലോ മോഷനിൽ നടന്നു വന്ന് ക്യാമറയ്ക്ക് നേരെ നടന്നു വന്ന് നിൽക്കുന്ന സമയത്ത് സിനിമ അവസാനിക്കുക, ഒക്കെ സ്റ്റാർഡം. അവിടെ ആ സംഗതി അവിടെ പാടില്ലായിരുന്നു. ബ്ലസ്സിക്ക് എന്താണ് അവിടെ സംഭവിച്ചത് എന്നറിയില്ല. ഇദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം നിലനിർത്താനോ അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ഒരിക്കലും പാടില്ല അത്. അയാളവിടെ കയറി പോകണം, നജീബ് അവിടെ കയറി പോകണം. നജീബിന് വീട്ടിലെത്താനാണ് ധൃതി. അതാണ് സംഭവിക്കേണ്ടത്. അവിടെ അത് പറഞ്ഞുകൊണ്ട് അവിടെ അവസാനിക്കണം. അല്ലെങ്കിൽ പിന്നെ തിരിഞ്ഞു നിൽക്കണ്ട. മുകളിൽ നിന്ന് ഷോട്ട് വെച്ചിട്ട്, മുകളിൽ നിന്ന് ക്യാമറ വെച്ചിട്ട് വിമാനത്തിലേക്ക് കയറുന്നതായിട്ട് കാണാം. ഇത് തിരിഞ്ഞു നോക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വിട്ടുപോകാൻ നജീബിന് ആഗ്രഹമില്ല എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. അത് പാടില്ലായിരുന്നു. അങ്ങനെ അവിടെ സിനിമ അവസാനിക്കുന്നു. ടൈറ്റിൽ കാണിക്കുന്നു, പെരിയോനെ റഹ്മാനെ എന്നുള്ള ആ പാട്ടോടുകൂടി സിനിമ അവിടെ ടൈറ്റിൽ കാണിച്ച് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പറയുകയാണെങ്കിൽ ഈ നജീബ് ഏത് നാട്ടുകാരനാണ്? അയാൾ ഈ അറബിയോട് പറയുന്നത്, ചെന്നിറങ്ങുന്ന സമയത്ത് ഈ അറബി, കാട്ടറബി എന്ന് പറയുന്ന ആളുടെ ആ ആട് മേയ്ക്കൽ കേന്ദ്രത്തിൽ എത്തിക്കഴിയുമ്പോൾ പറയുന്ന ഭാഷ, നജീബ് പറയുന്ന ഭാഷ, അയ്യോ സാറേ എനിക്ക് അറിയത്തില്ല. ഈ അറിയത്തില്ല എന്ന ഭാഷ കോട്ടയംകാരുടെ ഭാഷയാണ്, അത് തിരുവല്ലക്കാരുടെ ഭാഷയാണ്. ഈ നജീബിൻ്റെ യഥാർത്ഥ നാട് ഏതാണ്? നജീബിൻ്റെ നാട് മലപ്പുറത്ത് നിന്ന് വന്നതാണെന്ന് ഉമ്മ ട്രെയിനിൽ കയറുന്ന സമയത്ത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നജീബ് മലപ്പുറംകാരനായിരിക്കണം. മലപ്പുറംകാരൻ ഒരു കാരണവശാലും അറിയത്തില്ല എന്ന് പറയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പാട്ട് പെരിയോനെ റഹ്മാനെ എന്നുള്ള പാട്ട് ആണ് ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഒരു പാട്ട്.
അവരുടെ പ്രേമരംഗം ആവിഷ്കരിച്ച സമയത്തുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ട് പാടുന്ന ലേഡി വോയിസ്, ഫീമെയിൽ വോയിസ്, അത് മലയാളം അറിയില്ലാത്ത ഒരാളെ കൊണ്ട് പാടിച്ച പോലെയാണ് തോന്നുന്നത്. ഒരക്ഷരം പോലും വ്യക്തമല്ല. പിന്നെ അതുമാത്രമല്ല, അവിടെ ആ പാട്ടിൻ്റെ സ്ഥായി, അത് ആ പിച്ച് ഉയർന്നു നിൽക്കണമായിരുന്നു. ആ പിച്ച് ഉയർന്നു നിൽക്കണം. എ.ആർ. റഹ്മാൻ അത് സാധിച്ചില്ല. എ.ആർ. റഹ്മാൻ്റെ പ്രതിഭ പറ്റിയത് കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഏതായാലും ഈ സിനിമ ആദിമധ്യാന്തം. പിന്നെ വേറൊരു കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. ഇവരുടെ ചുംബന രംഗങ്ങളുണ്ട്. ഈ നജീബിൻ്റെ കഥ നടക്കുന്ന ഏത് കാലഘട്ടത്തിലാണ്? നമ്മൾ ലിപ് ലോക്ക് വരുന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഇതൊന്നും സംവിധായകന് 16 വർഷത്തെ കഷ്ടപ്പാടായിരിക്കാം. അതുകൊണ്ടായിരിക്കും അതൊന്നും ആലോചിക്കാനുള്ളത്. പക്ഷെ പ്രേക്ഷകനെ സംബന്ധിച്ച് 16 വർഷമോ 100 വർഷമോ എടുത്തിട്ടാണോ സിനിമ ചെയ്തതെന്നുള്ളതൊന്നും അല്ല പ്രേക്ഷകൻ്റെ വിഷയം. അയാളുടെ മുന്നിൽ വരുന്ന സമയത്തുള്ള ആ സിനിമയെക്കുറിച്ചാണ് അയാൾ സംസാരിക്കുന്നത്. അത് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഈ ലിപ് ലോക്ക് നടത്തുന്ന സമയം, നമ്മളൊക്കെ സിനിമയെക്കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് സ്ഥലകാലത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സ്ഥലത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചും ഇരുട്ടിനെക്കുറിച്ചും വെളിച്ചത്തെക്കുറിച്ചും. അതാണ് നമ്മൾ സിനിമയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന ബാലപാഠം എന്ന് പറയുന്നത്. ബ്ലസ്സിക്ക് അതൊന്നും അറിയില്ല എന്നല്ല പറയുന്നത്. ബ്ലസ്സിയെ പോലുള്ള ഒരു നല്ല സംവിധായകൻ്റെ കയ്യിൽ നിന്നും ഇത്തരം പിഴവുകൾ വരാൻ പാടില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്രയുമാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയുവാനുള്ളത്.